എല്ലാവർക്കും നമസ്കാരം. റൈഡർ സ്ലീറ്റ് പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലേ വീഡിയോ. അപ്പം 2 ദിവസത്തെ കണ്ണൂരത്തെ വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ കാസർഗോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാസർഗോഡാണ് ഉള്ളത്. അപ്പോൾ കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം കാണേണ്ട ഒരു വ്യക്തി നമ്മുടെ ഹൈദർബായ് തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഡാക്ക് ട്രിപ്പൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ എൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈദർബായിനെ കണ്ടിട്ടാണ് നമ്മൾ കേരളം വിട്ടു പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ആൾ ഇന്ത്യ ട്രിപ്പൊക്കെ അടിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പാകുന്ന ഒരു ബായാണ് കേട്ടോ, ഒരിക്കലാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ അതേ ടീ ഷോപ്പ്, നിങ്ങൾ ആൾ ഇന്ത്യ ട്രിപ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഒപ്പം തന്നെ റൈഡ് അടിക്കുന്നവർക്കൊക്കെ ഒരുവിധം അറിയാം ഈ ഒരു കടയും കാര്യങ്ങളൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റൈഡേഴ്സ്, ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ എൻട്രി കഴിഞ്ഞ് പോകുന്ന ആ ഒരു റോഡ്. ആൾ ഇന്ത്യയൊക്കെ അടിക്കുന്നവർക്ക് ഈ ഒരു റോഡും മിസ് ചെയ്യാം, ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അപ്പം ഹൈദരാബാദ് വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കായ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇക്കാടെ വിശേഷങ്ങളൊക്കെയാണ് ആദ്യം ഇന്ന് നമ്മൾ കാസർഗോഡ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ചായക്കടയിൽ നിന്ന് ചായ മേടിച്ചിട്ടാണ് കേരളം വിട്ടിട്ട് അങ്ങോട്ടേക്ക് പോയത്. അപ്പൊ ഭായിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ മച്ചന്മാരാണ്. അച്ഛനൊന്ന് പേരെന്ന് പറഞ്ഞോ? ചെയ്യൂ. ഇവിടുത്തെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരും ഭാഷയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറിയൊരു ഡിഫറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് ചിലപ്പോഴൊക്കെ ക്യാച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ് പക്ഷേ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഹൈദർഖാൻ്റെ വീടും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ റോഡിൻ്റെ. അപ്പം ഇക്കാടെ വണ്ടി ഇതാണ്ട് നമ്മുടെ അന്ന് ലഡാക്കിൽ പോയപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ട് പോയ സ്റ്റിക്കർ അതേപോലെ എപ്പോഴും വണ്ടിക്കകത്തുണ്ട്. ഇതാണ് കേട്ടോ ഇക്കാടെ വണ്ടി, ഇമ്പൾസാണ് ആദ്യത്തെ വണ്ടിയാണ്. അപ്പോൾ റോഹിൻ എത്തിയിട്ടുണ്ട്, നമുക്ക് കേൾക്കണം. ബാ അങ്ങോട്ട് വാ. ഷക്കീലും ടീംസൊക്കെ ഇവിടുത്തെ തൊട്ടടുത്ത ആളാണ് കേട്ടോ. ഇതൊക്കെ ഇന്നലെ കാണിക്കാൻ പറ്റും. മച്ചൻ്റെ പേര് പറഞ്ഞു? ജോഹർ. ഇത് നമ്മുടെ സജി കേട്ടോ. ഇന്നലെ നമ്മൾ വൈൻഡപ്പ് എടുത്തപ്പോൾ കാണിച്ചായിരുന്നു, ഇന്നലത്തെ വീടിക്കകത്തുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കായ കാണിച്ചു തരാം. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ഫുൾ റൈഡേഴ്സ് കഫേ കണക്കുണ്ട് അല്ലേടാ. ഫുൾ പവറാണ് കാസർഗോഡിൻ്റെ മണിമുത്ത്. ഏതാണ്ട് ഇതാണ് ഇക്കാടെ വീട് കേട്ടോ. എതിർക്ക ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒത്തിരി പേർക്ക് കാണാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കണ്ടത് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇക്കാടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇക്കാടെ വീടൊന്ന് കാണിക്കട്ടെ, ഹോം ടൂർ. ഇതാണ് കേട്ടോ ഇക്കാടെ കയറി വരുമ്പോൾ, വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഉള്ളത്. ഈ KL40 എന്ന് പറയുന്നത് അവരുടെ ക്ലബും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബാൻഡുകൾ കിട്ടിയിട്ടുള്ള ഭാരങ്ങൾ ഇവിടെ നോക്കി, ഇതെല്ലാം ബാഡ്ജുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. റൈഡർ സ്ലീറ്റ് പോയി നമ്മൾ അന്ന് കൊടുത്തിട്ട് പോയ ബാഡ്ജ് 1 വർഷത്തോളം ആവുന്നു കേട്ടോ ഇക്കായെ കണ്ടിട്ടൊന്നും നമ്മൾ പോയിട്ട്. ഇതാണ് ഇക്കാടെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പം ഹൈദരാബാദ് അടുത്ത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അന്ന് നമ്മൾ ആൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞിട്ട് പോയ പോക്കാണല്ലേ. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു സീസണിൽ റൈഡേഴ്സ് കുറവാണല്ലേ? ഈ സീസണിൽ റൈഡേഴ്സ് കുറവാണ്, കാരണം നമ്മളെ കൊറോണ പ്രശ്നങ്ങൾ കാര്യങ്ങളായിട്ട്. പക്ഷെ പോകുന്നുണ്ട്, രണ്ടാമത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്. കഴിഞ്ഞോട്ടെ ഈ സമയത്തിന് എത്ര റൈഡേഴ്സ് ഇതുവഴി പാസ്സായിരുന്നു? നമ്മളെ ടോട്ടൽ നമ്മളിതിൽ 500 സംതിങ് ആൾക്കാരായിരുന്നു. പക്ഷെ ഈ വഴി പാസ് ചെയ്തതിന് 330, നിങ്ങളടക്കം 332 ആൾക്കാരെന്തോ നമ്മളെ ഇവിടെ വന്നിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 500 സംതിങ് എന്തോ. കൃത്യമായിട്ട് കണക്കൊന്നും വെക്കാറില്ല. അടുത്ത സീസണിലേക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഫുള്ള് തീർച്ചയായിട്ടും അടുത്തതിലേക്ക്. പക്ഷെ എല്ലാവരോടും പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഇപ്പം ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ റൈഡേഴ്സ് ഉള്ളത് കേരളത്തിൽ നിന്നാണ്. ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ റൈഡേഴ്സ് ഉള്ള കേരളത്തിലായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ഏറ്റവും സേഫ്റ്റി ഇല്ലാണ്ട് പോകുന്ന റൈഡേഴ്സ് ഉള്ളതും നമ്മളെ കേരളത്തിലാണ്. സേഫ്റ്റി വളരെ, പക്ഷേ സേഫ്റ്റിനെ പറ്റി കൂടുതലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീരിയസ് അറിയാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഡെയിലി അതിൻ്റെ ന്യൂസും കാര്യങ്ങളും വരുന്നതാണ്. എത്രത്തോളം അതിൻ്റെ റിസ്ക് ഉണ്ട്, ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ റൈഡിങ് ഗിയർസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ അതെല്ലാം ഇട്ടിട്ട് പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിലല്ല, വരും, അത് വേറെയാണ്. പക്ഷേ നമ്മൾക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഒരു 90% നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. രക്ഷപ്പെട്ടതുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടതുമാണ്. അപ്പോൾ അതെല്ലാം റൈഡിങ് ഗിയർസ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാർ. ഇപ്പം തന്നെ നമ്മളൊരു ടീമൊന്നും ആയിട്ടുണ്ട്, അതും റൈഡിങ് ഗിയർസ് കൊണ്ട് രക്ഷപ്പെട്ടാണ്. നമ്മളിവിടുന്ന് പോയ ഇപ്പോൾ ഒരു ടീമുണ്ട്, ഓൾ ഇന്ത്യ റൈഡ് ചെയ്യുന്നുണ്ട്. അവരിപ്പം കാശ്മീർ എത്തി. അവരങ്ങനെയാണ്, രാജസ്ഥാനിലൊരു ആക്സിഡൻ്റ് ആയി, അതും റൈഡിങ് ഗിയർസ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ അവർ കണ്ടിന്യൂ ആയിട്ട് അവർ റൈഡ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്.
ഓക്കെ ഓക്കെ. അപ്പം ഒരു കാരണവശാലും നമ്മൾ റൈഡ് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും റൈഡിങ് ഗിയർസ് പിന്നെ ഊരാണ്ടിരിക്കുക. ചൂട് കാര്യങ്ങൾ അത് ചില ആൾക്കാർ പറയുന്നേക്കാം, ചൂടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും പറയുന്നേക്കാം. പക്ഷെ അത് ഒരു റൈഡറിനെ സംബന്ധിച്ചോളം ഒരു റൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം നമ്മളെല്ലാം പിന്നെ അനുഭവിച്ചുകൊണ്ട് പോകേണ്ട ആൾക്കാരാണ്. അതിൽ തണുപ്പുണ്ടാവും, ചൂടുണ്ടാവും, കാറ്റുണ്ടാവും, എല്ലാ കാലാവസ്ഥയുണ്ടാവും. അതിനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അതാണ് ഒരു യഥാർത്ഥ റൈഡറിൻ്റെ ലക്ഷണം എന്ന് പറയുന്നുള്ളത്. നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ എല്ലാത്തിനും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഇറങ്ങുമ്പോൾ ചൂടായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ കിട്ടും. കാരണം നമ്മൾ റൈഡ് ചെയ്യുന്നത് ഓരോ ഇതും ചിലപ്പോൾ 100 കിലോമീറ്ററിൻ്റെ ഇടയിൽ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ തന്നുണ്ടാവും ക്ലൈമറ്റ്. അപ്പോൾ അതിനുള്ള ഒരുങ്ങിയിട്ട് പോവാം. രാത്രി റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടം എല്ലാം ഊരി വെക്കാനുള്ള സംവിധാനം ചെയ്യാം. അപ്പോൾ മാക്സിമം ഇനി നമ്മൾ മുമ്പെല്ലാം നോക്കുന്നില്ലായിരുന്നു. ഇനിയിപ്പം ആരും നമ്മളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം പറയുന്ന റൈഡിങ് ഗിയർസാണ്. റൈഡിങ് ഗിയർസ് ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ഇപ്പം ഇനി ചെയ്യാൻ പറ്റും. കാരണം ഇല്ലെങ്കിൽ അത് നിങ്ങൾക്കും ഏറ്റവും പിന്നെ പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ഞങ്ങൾക്കും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ റൈഡിങ് ഗിയർസും എല്ലാം സെറ്റായിട്ട് കോൾ ചെയ്യുന്നവർക്ക് നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമുക്ക് ഓൾ ഇന്ത്യ ലെവലായിട്ട് ഓൾ ഇന്ത്യ എയർപ്ലെയിൻ എൻവയറമെന്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും പിന്നെ ആൾക്കാരുണ്ട്. അപ്പം എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ വിളിച്ചവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ആദ്യം നോക്കുന്നത് നിങ്ങൾ ഗിയർസ് ഉണ്ടായിരുന്നു എന്നാണ്. ഉണ്ടായിരുന്നു. ഗിയർസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരവിടുന്ന് ഒന്നും പറയണ്ട. അപ്പോൾ ഈ ഗിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജാക്കറ്റ്, ഗ്ലൗസ് കൂടി. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ആണെന്നെങ്കിൽ റൈഡിങ്ങിന് നമുക്കൊരു ചെറിയൊരു അപകടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഘടകങ്ങളാണ് ഈ ഗിയേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു നല്ലൊരു മനസ്സിന് ഇനിയും ഉയർച്ച ഉണ്ടാവട്ടെ. അപ്പോൾ വേറെ എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുണ്ടോ, ഫാമിലിയോട്? തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് ഇങ്ങനെ യാത്രകൾ ചെയ്യുക, റൈഡ് ചെയ്യുക. നമ്മുടെ ഭാഗത്തുള്ള എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അതിന് നിർബന്ധമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ അതിലൊരു മാറ്റമില്ല. ഓക്കെ. ഇക്ക ഒരു 5 മിനിറ്റ് ഇപ്പൊ അന്ന് വന്നപ്പോഴും ഇപ്പൊ സംസാരിക്കുമ്പോഴും ഇക്ക ഏറ്റവും കൂടുതൽ പറയുന്നത് ഗിയേഴ്സിന്റെ കാര്യമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയേഴ്സ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കറിയാം ഓരോ യാത്രകൾ ഓരോരുത്തരും വിളിക്കുമ്പോഴും, അതുകൂടാതെ ഇവരുടെ യാത്രകളിലും എല്ലാം ഇവർക്കറിയാൻ കഴിയും പിന്നെ ഗിയേഴ്സ് എത്രത്തോളം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് എപ്പോൾ സംസാരിച്ചാലും ഇക്ക പറയുന്ന ഗിയേഴ്സിന്റെ കാര്യമാണ്. അപ്പം യാത്ര ചെയ്യുന്ന ഒരു മസ്റ്റായിട്ട് ഹെൽമെറ്റ്, ജാക്കറ്റ്, അതായത് ചെറിയൊരു യാത്രയാണെങ്കിൽ പോലും മസ്റ്റായിട്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു റൈഡ് നമ്മൾ ആസ്വദിക്കാനായിട്ട് 1-2 ദിവസമൊക്കെ റൈഡ് പോകുമ്പം ഹെൽമെറ്റും ജാക്കറ്റും ഗ്ലൗസും എല്ലാം യൂസ് ചെയ്തിട്ട് മാത്രം റൈഡ് ചെയ്യുക. അങ്ങനെയുള്ള ആൾ ഇന്ത്യ റൈഡ് അടിക്കുന്നവർക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇക്കായെ കോൺടാക്ട് ചെയ്യുക. അങ്ങോട്ടുള്ള നമ്മൾ ആൾ ഇന്ത്യ റൈഡ് എന്നല്ല, അത്യാവശ്യം റൈഡുകൾക്കെല്ലാം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഇക്ക ചെയ്തു കൊടുക്കും. അപ്പോൾ ഇക്കയുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും ഇക്കായും ഇക്കയുടെ പിന്നെ ആൾ ഇന്ത്യ ഹെൽപ്പ് ലൈൻ ഫാമിലിയും ചെയ്തിരുന്നു. ഒരുപാട് ഇവരൊരു വലിയൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിട്ട് നമ്മൾ ഇവിടുത്തെ കാസർഗോഡ് വൈബ് കാണാനായിട്ട് അങ്ങോട്ട് പോവാം. നമ്മുടെ ആൾ ഇന്ത്യ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് RSBയുടെ ക്ലബ്ബ് ഫോം ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഇക്കായ കാണുന്നത്. അപ്പൊ ഈ ഒരു ലോഗോ ഇക്കാക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ക്ലബിന്റെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇക്കായ കണക്കൊരു വ്യക്തിക്ക് നമ്മുടെ ലോഗോ ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളത്. അപ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഹൈദരാബാദ് സ്വന്തം KL40 സ്റ്റിക്കർ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കാനാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സാധാരണ സ്റ്റിക്കർ ഒന്നും ഒട്ടിക്കാത്തതാണ്. പക്ഷേ ഹൈദരാബാദ് സ്റ്റിക്കർ നമ്മൾ ഇവിടെ തന്നെ ഒട്ടിക്കും, സെൻറ്ററിൽ ഒട്ടിക്കാനേ. ആ അല്ല ഇച്ച് കൊടുത്താ ഈ സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. യെസ് മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചർച്ചിലാണ് കേട്ടോ. അപ്പം ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും പള്ളി ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് ഇവിടുത്തെ മാത്രം കാണിച്ചു. അപ്പോൾ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഈ ഒരു പള്ളിയിൽ ജസ്റ്റ് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അണ്ടർഗ്രൗണ്ട് ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇപ്പോൾ ഭൂമിക്കടിയിലൂടെ കുറച്ച് തരാം. പക്ഷേ അത് ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞാനത് കണ്ടിട്ടില്ല. ഒപ്പം തന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചില്ല. അപ്പോൾ നിൽക്കുന്നില്ലേ, ഈ ഒരു ലൊക്കേഷനാണ് കേട്ടോ ചർച്ചുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ഗ്രൗണ്ട്, പിന്നെ അതിനോടൊപ്പം സ്കൂളുണ്ട്, പിന്നെ ഒരുപാട് ഒരു പഴയ ഇതിപ്പം പുതിയ ചർച്ച അല്ലേടാ,
ഇത് പുതിയ ചർച്ച്, ഇത് പഴയ ചർച്ച്, അങ്ങനെ പഴയ ചർച്ച്. പിന്നെ ഇത് മാംഗ്ലൂരിൻ്റെ അണ്ടറിലുള്ള, സഫയുടെ അണ്ടറിലുള്ള ചർച്ചാണല്ലേ. അപ്പോൾ അത്രയൊക്കെയാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ കാണാൻ വന്ന ആ ഒരു അണ്ടർഗ്രൗണ്ട് ചർച്ച് പോയി കണ്ടിട്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. മച്ചാമാരെ, അപ്പം നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട്, പള്ളിയുടെ അണ്ടർഗ്രൗണ്ടാണ് കാണാൻ പോകുന്നത്. നല്ല ഇരുട്ടാണ് കേട്ടോ. കുറേ സ്റ്റെപ്പുകളുണ്ട്, ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോകുന്നു. വെട്ടമുണ്ടല്ലേടാ, കുഴപ്പമില്ല. യാ, നോക്കി ഭൂമിക്കടിയിൽ നല്ല തണുപ്പുണ്ടല്ലേ. നോക്കി ഇതിൻ്റെ 2 സൈഡിൽ കല്ലൊക്കെ വെട്ടി വെച്ചേക്കാണേ. മച്ചാമാരെ, അപ്പം നമ്മൾ ഇതുവഴിയാണ് ഇങ്ങനെ ഇറങ്ങി വന്നേ. ഇത് ഇറങ്ങി വന്നു കഴിയുമ്പം ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പം എയർ കിട്ടാനായിട്ട് ഇത് മുകൾ ഭാഗം, പള്ളിയുടെ മുകൾ ഭാഗമാണ്. അപ്പോൾ ഇത് മൊത്തം കല്ല് വെട്ടി വെച്ചേക്കല്ലേടാ, കല്ല് വെട്ടി വെച്ചേക്കുന്നത്. അല്ലാതെ എല്ലാം നാച്ചുറലായിട്ടുള്ള, ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇവിടെ. ഇത് എന്താ സംഭവം? നല്ല ഇരുട്ടാണേ, ഒന്നും കാണുന്നുമില്ല. അയ്യോ, കാണുന്നതാണോ? ഇപ്പം ഇവിടെ നോക്കാൻ കുറച്ച് വെട്ടം വന്നിട്ടുണ്ട്. അയ്യോ, നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. നല്ല ഇവിടേക്ക് ഇവിടേക്ക് എന്താന്ന് മനസ്സിലാവുന്നു. പെട്ടെന്ന് തിരിച്ചിറങ്ങാം. ഇവിടെ വെച്ച് വെട്ടമുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇതിനകത്തേക്ക് ഒരു തുരങ്കമൊക്കെ കാണുന്നുണ്ട്. എന്ത് സംഭവം എന്ന് അറിയത്തില്ല. അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ലടാ. വാ ഗായ്സ്, ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചേക്കും കേട്ടോ. തിരിച്ച് വഴിയുണ്ടോടാ? അവസാനം പള്ളിക്കകത്തെത്തി ഗൈസ്. ചെരുപ്പിട്ട് കയറാം. അവസാനം ആ ഒരു തുരങ്കം കഴിഞ്ഞ് വന്ന് കയറുന്ന ഭാഗമാണ് കേട്ടോ ഇത്. നോ അഡ്മിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് പെർമിഷൻ മേടിച്ചിട്ടാണ് കയറിയത്. അയ്യോ, ഒത്തിരി ദൂരം ഉണ്ടല്ലേ. ഒരു അര കിലോമീറ്റർ ഇല്ലല്ലോ. ഇങ്ങനെ വരുമ്പോൾ 1/2 കിലോമീറ്റർ അടുത്ത് കാണല്ലേ. ഇത് ഹത്ത് വന്ന് കയറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ബാപ്പോ മച്ചാരം, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഇവിടെ കുറച്ച് കലപ്പുകളാണോ, ഇതെന്താ ഐറ്റം? എന്തെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് കേട്ടോ. കുറേ പഴമയുടെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇത് പണ്ടത്തെ ടൈപ്പ് റൈറ്റർ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. ആ ഗുഹയിൽ നിന്ന് മീൻ പിടിക്കുന്ന ഐറ്റം, ഇതൊക്കെ പണ്ടത്തെ കലപ്പ. ഓ മച്ചാമാരെ, നമ്മളിങ്ങനെ ഇങ്ങോട്ട് വന്ന വഴി ഈ ഷോപ്പിലൊരു തൊപ്പി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നേരെ പോയി തൊപ്പി അങ്ങ് മേടിച്ചിട്ട്. എങ്ങനെയുണ്ട്? പുതിയ തൊപ്പി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. പുതിയ തൊപ്പിയാണേ. അപ്പോൾ മച്ചാമാരെ, നമ്മളപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യണോ. ഇപ്പോൾ നടക്കുന്ന കാസർഗോഡ്, ഇത് ഏതാ, സീതാത്തോടോ? സീതാങ്കോളി എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർണാടക ബോർഡറാണ് കേട്ടോ. തൊട്ട് കാസർഗോഡ് വരെ നമ്മുടെ കൂടെ എവിടെ പോയി ഇറങ്ങിയാലും ഒപ്പം എപ്പോഴും ഒരു 10-20 മെമ്പേഴ്സ് കൂടെ കാണും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്തിട്ട് എന്ത് നേടി, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് എന്ത് നേടിയെന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന ഉത്തരവാണ്, എവിടെ ചെന്നാലും സ്നേഹിക്കാൻ ചങ്കുറിച്ചിരുന്ന ഇത്രയും എന്താ സൗഹൃദങ്ങൾ. അതാണ് നമ്മൾ നേടിയത് ഏറ്റവും വലുത്. അപ്പോൾ എന്തായാലും ബാക്കി കാണാം. അടുത്തും വന്നിട്ടുണ്ട്. അനന്തപുരം തടാക ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പം അത്യാവശ്യം വൈബുള്ള സ്ഥലമാണ്. അപ്പം പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ മേടിക്കണം. അപ്പം അത്രയ്ക്ക് റിസ്ക് നമ്മൾ എടുക്കാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഫോട്ടോ എടുക്കണമായിരുന്നു. ആ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ എന്താണ്, നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രം അല്ലേ, കേട്ടിട്ടില്ലേ? നമ്മൾ പിന്നെ എവിടെ ആയിരുന്നു ഹിസ്റ്ററി, കേരളത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോഴത്തേന് തിരൂര് തുഞ്ചൻ സ്മാരകമില്ലേ, അവിടെ ഹിസ്റ്ററി കാണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രവും എൻ്റെ മൂലക്ഷേത്രം കാസർഗോഡും. ആ ക്ഷേത്രമാണ് കേട്ടോ ഇത്. മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് എടുക്കാനുള്ള സമയത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൂർ മച്ചാൻ തന്നിട്ടുള്ള ബിസ്ക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു നോക്കുക. അപ്പം ചാക്കന്മാരിൽ അവിടെ പോയി ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ഒന്ന് കാണിച്ചാൽ, ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ നിന്ന് വിട്ട ഒരു പ്രതീതി കണ്ടോ. അവിടെയൊക്കെ മലയൊക്കെ നോക്കിയേ, ഇത് വേറെ വൈബല്ലേ. അപ്പം വടക്കുന്നാഥൻ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടുത്തെ ലൊക്കേഷൻ പൊളിയാണ്. നമ്മുടെ വണ്ടികളെല്ലാം അവിടെ വെച്ചിട്ടുണ്ടേ. അടിപൊളി സ്റ്റിൽ ക്യാമറയ്ക്ക് പറ്റിയ ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അല്ലേ ആ ഒരു ലൊക്കേഷൻ. അവിടെ 2 കാറൊക്കെ കിടപ്പുണ്ടല്ലോ, അത് വേറെ റോഡാണ് അവിടെ.
ഓ ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പം നിൽക്കുന്ന ലൊക്കേഷൻ. ഇതാണ് വടക്കുന്നാഥൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ഈ ഒരു ലൊക്കേഷൻ. ഷജിയാണ് കേട്ടോ നമ്മളിവിടെ കൊണ്ടുവന്നത്. അത്യാവശ്യം നല്ല ഒരു പൊളി വൈബാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കുമ്പോൾ എല്ലാം ചുറ്റും കിടിലം വ്യൂ ആണ് കേട്ടോ. ഓ മച്ചാമാരെ, അപ്പോൾ കാസർഗോഡിൻ്റെ വൈബ് ആസ്വദിച്ച് തീർന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ ആസ്വദിക്കാമല്ലേ ഷജി? അപ്പോൾ നാളെ ആസ്വദിക്കാനുണ്ട്. ഒരുപാട് കാഴ്ചകൾ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നേരം ഇരുട്ടി തുടങ്ങി. സൂര്യൻ അങ്ങ് അവിടെ പടിഞ്ഞാറാണ് എവിടെ അസ്തമിക്കുന്നത്? അതാണ് അവിടെ അസ്തമിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ മച്ചാമാരെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായപ്പോൾ റോഹിൻ എങ്കിലല്ലോ അവിടെ നിന്ന് വണ്ടി ഓടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ഏതോ ഫോട്ടോ എടുക്കാൻ അങ്ങോട്ട് പോകാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും അവൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ മച്ചാമാരെ, ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും ചവിട്ടിപ്പിടിച്ച് കിണി അടിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് വരാൻ മച്ചാമാരെ. അതുവരെ ബൈ ബൈ.